തിരുവനന്തപുരത്തുകാർക്ക് ഏറെ സുപരിചിതനാണ്. വിഴിഞ്ഞത്തിന്റെ ജനകീയ നായകനാണ് അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം വിഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദേവപ്രശാന്ത് ഒരു ഉന്നത ബിരുദധാരിയാണ്, പ്രൊഫഷണലാണ്. അതോടൊപ്പം തന്നെ NCPയുടെ സംസ്ഥാന ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ദേവപ്രസാദ് ജോൺ സാറിനെയും തിരുവനന്തപുരത്തെ പൗരപ്രമുഖർക്കും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലുള്ളവർക്കറിയാം. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ മുന്നേറ്റങ്ങൾക്ക് നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഹോസ്റ്റൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ വലുതാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ശ്രീ ഈഡൻ ഷിജോ ഐസക് അദ്ദേഹം INC ഇരിക്കൂർ അസംബ്ലി പ്രസിഡന്റാണ്. നമ്മുടെ വേദിയിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വാദപ്പള്ളി അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം വളരെ കേരള ദേശം പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഒരു എക്സ് സർവീസ് മാനാണ്. കേരളത്തിൽ ഇന്ത്യയിലെ എക്സ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ചങ്ങനാശ്ശേരി ആസ്ഥാനമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതലയും അദ്ദേഹം വഹിച്ചു. ശ്രീ മോഹനൻ പാമ്പാടി കേരള ദേശം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മോഹനൻ പാമ്പാടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജോർജ് കൊല്ലംപള്ളി കേരള ദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. കേരള ദേശം പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീ പവനൻ മേനോൻ കേരള ദേശം പാർട്ടിയുടെ ട്രഷററാണ്. ശ്രീ ദിലീപ് ചന്ദ്രൻ നായർ കേരള ദേശം പാർട്ടിയുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്. ശ്രീ കെ പി ഏലിയാസ്, ശ്രീ ഷാജി പി ജോൺ, ശ്രീ കുര്യൻ ജോൺ, ശ്രീ രാജപ്പൻ KS, ശ്രീ മധു എസ് ആർ AAPയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ശ്രീ മധു എസ് ആർ. അതോടൊപ്പം തന്നെ ശ്രീ സജു മോഹൻ അദ്ദേഹം DYFIയുടെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ കണ്ണൻ ഭാസി അവർ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ കണ്ണൻ ഭാസി, ശ്രീ നന്ദുരാജ് വിജയൻ, ശ്രീ വിഷ്ണു സുരേന്ദ്രൻ, ശ്രീ AR പ്രേംകുമാർ, ഡോക്ടർ വേണുഗോപാൽ സാറ് അഡ്വക്കേറ്റ് ആണ്, ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ PRO എന്ന നിലയിൽ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആസ്റ്റേജ് ജോണി, സിനിമാ മേഖലയിൽ നിന്ന് സോഫ്റ്റ്വെയർ മേഖലയിലും പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കുണ്ട്ര ജോണി സിനിമാ നടൻ, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ശ്രീ കുര്യൻ ജോൺ കേരളദേശം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, കോട്ടയം സ്വദേശിയായിട്ടുള്ള ശ്രീ കുര്യൻ ജോൺ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അനിൽ ആറ്റിങ്ങൽ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ അനിൽ ആറ്റിങ്ങൽ നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുനിൽ, ശ്രീ സതീഷ്, ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് വന്നിട്ടുള്ള UDF-ന്റെ ഭാഗമായിട്ടുള്ള RSP ആണ്. RSP-യിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളാണ് അനിൽ ആറ്റിങ്ങൽ. കഴിഞ്ഞ പ്രാവശ്യം അവർ സ്ഥാനാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം പാർട്ടിയിലേക്ക് RSP-യിൽ നിന്ന് വന്നിട്ടുള്ള സഹപ്രവർത്തകരെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സുനിൽ, ശ്രീ സതീശൻ, ശ്രീ മനോജ്, ശ്രീ മനോജ്, സിന്ധു, ജയകുമാരി, ഉഷ, രാജേഷ്, അമ്പണി, പ്രീത, മിനി, AAP-യുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയുടെ, വയനാട് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയുടെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ റോയി എവോ, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റിട്ടയർഡ് എയർ ഇന്ത്യ മാനേജറും AAP-യുടെ സംസ്ഥാന നേതാവുമായിട്ടുള്ള ശ്രീ VT ചെറിയാൻ അവർകളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അജീഷ്, അജീഷ്, DYFI ശ്രീ റഷീദിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കാർത്തിക് പ്രവ്ലാകം, ശ്രീ രാഹുൽ, ശ്രീ രാജേഷ് വിജ്ഞം, ശ്രീ പ്രദീപ് പ്രവ്ള, ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണൻ ചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹം